എന്റെ നിത്യമാം വീട് അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്. എന്റെ നിത്യമാം വീട് അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്. എന്റെ നിത്യമാം വീട്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വെള്ളിയാഴ്ച കൂടെ സ്വർഗത്തിലെ ദൈവം അവന്റെ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇതുവരെയും കർത്താവിന്റെ വിലയേറിയ ദാസൻ റവറൻ ഷിബു അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കുറച്ച് സമയത്തിൽ നമുക്ക് ഷിബുവിൽ കൂടെ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും. കർത്താവിന്റെ വയൽപ്രദേശത്ത് തീക്ഷ്ണതയോടെ വേല ചെയ്യുന്ന ദൈവം എടുത്തുപയോഗിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസനെ ഇന്ന് ഈ ശുശ്രൂഷയിൽ അല്പസമയം കിട്ടിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ വയൽപ്രദേശത്ത് കർത്താവ് എന്ത് കൽപ്പിച്ചോ ആ കൽപ്പിച്ചത് അതേ അർത്ഥത്തിൽ തന്നെ കർത്താവിന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന കർത്താവിന്റെ വലിയൊരു ദാസന്റെ ശുശ്രൂഷകളെല്ലാം കൂടുതൽ കൂടുതൽ തമ്പുരാൻ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും തന്റെ മുറിഞ്ഞ കരങ്ങളിൽ തന്റെ ദാസനെ, കുടുംബത്തെ, ആയിരിക്കുന്ന വേലയെ, കൂട്ടായ്മയെ, ആ പ്രസ്ഥാനത്തെ എല്ലാം തമ്പുരാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നാളിൽ ഷിബു അർപ്പിച്ചതുപോലെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ, കർത്താവിന്റെ മക്കൾക്ക് എല്ലാവർക്കും കൈത്താങ്ങലുകൾ കൊടുക്കുവാനായിട്ട്, ചെറുതും വലുതുമായ എല്ലാ കൈത്താങ്ങലുകൾ കൊടുക്കുവാനായിട്ട് ദൈവമക്കൾ പ്രത്യേകം സമയങ്ങൾ ഉപയോഗിക്കണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിൽ കർത്താവിന്റെ വചനം പറയുവാൻ ബലഹീനായ എനിക്ക് സ്വർഗം ഒരു അവസരം തന്നു. ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-2 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഞാൻ ഈ വിഷയം തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അത് സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കുവാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കറിയാം, പരിശുദ്ധ സഭയുടെ മധ്യാകാശ സഭയെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധിയോടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെയാണ് കർത്താവിന് മധ്യാകാശത്തിൽ എതിരേൽപ്പാനായിട്ട് സാധിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 4:3 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെയാണ്. വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് സാധ്യമല്ല. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ദൈവം നമുക്ക് ഒരു അവസരം തരികയാണ്. മരണത്തിന് ശേഷം ആ വിശുദ്ധിയിൽ കൂടെ നമുക്ക് വിശുദ്ധി പ്രാപിപ്പാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. മരണത്തിന് മുന്നമേ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധീകരണം പ്രാപിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ പൗലോസ്ലീഹ പറയുന്ന നിങ്ങളുടെ ശരീരങ്ങളെ, അതിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം റോമാലേഖനത്തിൽ പറയുന്ന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അനുസരിച്ച് ക്രമീകരിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരം കേന്ദ്രീകൃതമാണ് നമ്മുടെ വിശുദ്ധ ജീവിതം എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്.
നമ്മൾ ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ ഒക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും അത് ബന്ധമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നമുക്കൊരു ജീവിതത്തിന്റെ വിശുദ്ധീകരണം സാധ്യമല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തെ ദൈവത്തിന് യാഗമായിട്ട് വിട്ടുകൊടുക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും യാഗമായി കർത്താവിന്റെ ക്രൂശിനോട് ചേർത്ത് വെച്ച് യാഗമായി സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ അനുഭവമാണ് ജീവിതത്തിന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ മേൽ നമുക്കൊരു ജയം ലഭിക്കുകയാണ് ദൈവത്തിന്റെ ഹിതപ്രകാരം. ജഡത്തിന്റെ ചിന്ത നമ്മിൽ പരാജയപ്പെട്ടിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചിന്ത നമ്മിൽ വ്യാപരിച്ച ആ പരിശുദ്ധാത്മാവിന്റെ ചിന്തക്ക് നമ്മുടെ ശരീരം കീഴ്പ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ വിശുദ്ധീകരണത്തിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം ഉണ്ടാകുന്നത്. പലപ്പോഴും പല സഭകളിൽ നിന്ന് തന്നെയുള്ള പഠനങ്ങൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ അല്ലെങ്കിൽ ജ്ഞാനത്താൽ സഭയോട് ചേർന്ന് കഴിഞ്ഞ് പിന്നീട് എങ്ങനെയായാലും കുഴപ്പമില്ല, രക്ഷ നഷ്ടപ്പെടില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മെ പറഞ്ഞ അവസാനത്തോളം രക്ഷിക്കപ്പെടുന്നവൻ, അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമുക്ക് അവസാനം വരെ ആ വിശുദ്ധിയിൽ നിൽപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. വെളിപ്പാട് പുസ്തകം നമ്മൾ സഭയ്ക്ക് 7 സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തത് മുറുകെ പിടിച്ചുകൊള്ളണം. നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ അവന്റെ വരവിന്റെ നമുക്ക് എടുക്കപ്പെടാനായിട്ട് സാധ്യമല്ല. നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. പരിശുദ്ധ സഭയെ നിങ്ങൾ മാനസാന്തരപ്പെടുവാനായിട്ട് 7 പ്രാദേശിക സഭകളെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയാണ്. അത് എല്ലാ ഈ ലൈവിലും ഈ കാലഘട്ടത്തിലും വളരെ ആ അർത്ഥവത്താണ്. അതെല്ലാം സഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അത് നമുക്ക് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വിഷയമാണ്. നമ്മളത് ഓരോ സഭയോടും അരുളി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ അതിന് വള്ളി പുള്ളി തെറ്റുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പരാജയപ്പെടും. നമുക്ക് പ്രസംഗിക്കാൻ അറിയാം, നമുക്ക് വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും നമുക്ക് കാണാതെ അറിയാം, നന്നായി പാട്ടുപാടാൻ അറിയാം, ബൈബിൾ പഠിപ്പിക്കാനൊക്കെ അറിയാം. പക്ഷെ അത് നല്ലത് തന്നെ ആയിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, നമുക്കൊരു ദൈവികമായ വിശുദ്ധിയുടെ ഒരു ആഴത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കണം. വിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കണം ഓരോ ദിവസവും. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അതുമാണ്, ദൈവത്തിന് പ്രസാദമായ യാഗമായി തീരണം. ദൈവത്തിന് നമ്മിൽ പ്രസാദിപ്പാനായിട്ട് സാധിക്കണം. അതിന് നമ്മുടെ ഈ ലോക ജീവിതം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ അവയവങ്ങളും വിലപ്പെട്ടതാണ്. നമുക്കറിയാം, ദൈവം നമുക്ക് സംസാരിപ്പാനായിട്ടുള്ള കൃപ തന്നിരിക്കുകയാണ് ദാനമായിട്ട്. നമുക്കറിയാം, അനേകർക്ക് സംസാരിപ്പാൻ കഴിയാത്ത ഊമരായ ധാരാളം ആളുകളുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമുക്ക് സംസാരിപ്പാനായിട്ട്, ആശയവിനിമയത്തിനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ഊമരായ ആളുകളെ നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത, നമ്മൾ പറയുന്നത് കേൾക്കാൻ സാധിക്കാത്ത ധാരാളം ആളുകളുണ്ട്. പക്ഷെ ദൈവം നമുക്ക് കേൾവി തന്നിരിക്കുകയാണ്. അതുപോലെ കണ്ണിന് കാഴ്ചയില്ലാത്ത ധാരാളം ആളുകളുണ്ട് ഈ ഭൂമിയിൽ. ദൈവം നമുക്ക് കണ്ണിന് കാഴ്ച തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കാലുകൾ ഇല്ലാത്ത ആളുകളുണ്ട് ജന്മനായിട്ട്, അല്ലെങ്കിൽ കാലിന് ശേഷിയില്ലാത്ത, ബലമില്ലാത്ത ആളുകൾ ധാരാളമുണ്ട്. കൈകളില്ലാത്ത ആളുകളുണ്ട്. ശരീരത്തിന് ഏതെങ്കിലും ഭാഗം തളർച്ചയുള്ള ആളുകളുണ്ട്. ശരീരത്തിന് വിവിധമായ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ തലങ്ങളിൽ തന്നെ വിശുദ്ധീകരണവും നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ
വിശുദ്ധിയെ സംബന്ധിച്ച് ഏതെങ്കിലും വശം നമ്മൾ പരാജയപ്പെട്ടിട്ട് നമുക്ക് ദൈവം അനുഗ്രഹത്തിനായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിരിക്കുകയാണ്. ഏറ്റവും വലുതായിട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആരോഗ്യമുള്ള കൈകളെ തന്നു, നമുക്ക് ആരോഗ്യമുള്ള കാലുകളെ തന്നു, നമുക്ക് കാഴ്ചയുള്ള കണ്ണുകളെ തന്നു, കേൾക്കാൻ കഴിയുന്ന കാതുകളെ തന്നു, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് നമുക്ക് ചിന്തിപ്പാൻ പറ്റി, നമുക്ക് ബുദ്ധി തന്നു, നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യുന്ന ഒരു ഹൃദയം നമുക്ക് തന്നു, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ ഓരോ ചലിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു, ബുദ്ധിയോട് പെരുമാറാനായിട്ട് നമുക്ക് സാധിച്ചു, വിവേകത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ദൈവം വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ആ ഒരു നിലയിലേക്ക് പക്വതപ്പെടുത്തുവാനായിട്ട് ഒരു ദൈവത്തിൽ നിന്ന് സാധിക്കുമ്പോഴാണ് വിശുദ്ധീകരണത്തിൽ കൂടെ നമുക്ക് അതിന്റെ ആദ്യ വഴികൾ നമുക്ക് വെക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വാക്കുകളുടെ വിശുദ്ധീകരണത്തെ കുറിച്ച് ഞാൻ പല പ്രാവശ്യവും പല വേദികളിലും ഞാൻ എടുത്തുപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ തെറ്റിപ്പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളാണ്. പലപ്പോഴും നാം അറിയാതെ തന്നെ ചില വാക്കുകൾ, ദൈവത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ സംസാരത്തിൽ നിന്നൊക്കെ വരികയാണ്. നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായി സംസാരിക്കുന്നതെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കൊലോസ്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉള്ളതാണ് വായി സംസാരിക്കുന്നത്. ഹൃദയത്തിൽ നല്ലതാണുള്ളതെങ്കിൽ നല്ലത് വായി സംസാരിക്കും. ഹൃദയത്തിൽ അഴുക്കാണെങ്കിൽ വായി സംസാരിക്കുന്ന അഴുക്കായിരിക്കും. അത് മറ്റുള്ളവർക്ക് പ്രയാസം വരുത്തുന്നതായിരിക്കും, മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്നതായിരിക്കും, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കും, മറ്റുള്ളവർക്ക് അനേക പ്രതിസന്ധികൾ വരുത്തുന്നതായിരിക്കും. അങ്ങനെയുള്ള വാക്കുകൾ ദൈവം നമുക്ക് അനുഗ്രഹത്തിനായി തന്നിരിക്കുന്ന നമ്മുടെ നാവ് കൊണ്ട് ഉണ്ടാകാതിരിക്കണം എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. യോബ് 31-ാം അധ്യായം നമ്മൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ യോബ് തന്റെ ജീവിതത്തിന്റെ വ്യക്തമായ സാക്ഷ്യത്തിൽ കൂടെ തന്റെ അനുഭവം വ്യക്തമായി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ യോബ് സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ എന്റെ കണ്ണുകളോടൊരു നിയമം ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ കാലുകളോടൊരു നിയമം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ 31-ന്റെ ഇങ്ങനെ യോബ് പറയുകയാണ്, ഞാൻ എന്റെ കണ്ണുകളോടൊരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യയെ നോക്കുന്ന എങ്ങനെ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ ദുഷ്പ്രവൃത്തി, എന്റെ വഴികളെ ഞാൻ കാണുന്നില്ല, എന്റെ കാലടികളെയൊക്കെയും എണ്ണുന്നില്ലയോ, ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, ഞാൻ വ്യർത്ഥമായ ചിന്തകൾക്ക് അനുസരണമായി എന്റെ കാലുകൾ വെച്ചെങ്കിൽ നടന്നുവെങ്കിൽ, യോബ് പറയാണ്, എന്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ ദൈവം എന്റെ പരമാർത്ഥ അറിയണേന് എന്നെ ത്രാസിൽ തൂക്കി നോക്കുമാറാട്ടെ. എന്ന് പറഞ്ഞാൽ എന്റെ കാലുകൾ മുഖാന്തരം, ദൈവം എനിക്ക് അനുഗ്രഹത്തിനായിട്ട് തന്നിരിക്കുന്ന കാലുകൾ മുഖാന്തരം ഞാൻ ഏതെങ്കിലും ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, നടന്നിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ തൂക്കി നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യോബ് പറയുകയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി നമ്മെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ സാധിക്കുമോ? ദൈവം നമുക്ക് അനുഗ്രഹത്തിനായി തന്നിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ വിലയേറിയ ഓരോ അവയവങ്ങളും, ഈ അവയവങ്ങളെ ദൈവത്തിന്റെ പ്രാഗൽഭ്യത്തോടെ നമുക്ക് പറയാൻ സാധിക്കുമോ? യോബിനെ പോലെ എന്റെ കാലടിയിൽ ദൈവത്തെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? എന്നെ തൂക്കി നോക്കട്ടെ എന്ന് പറയുവാൻ സാധിക്കുമോ? നമ്മുടെ മേഖലയെല്ലാം പരാജയപ്പെട്ടിടയ്ക്കുകയാണ്. നമുക്ക് അനുഗ്രഹത്തിനായി തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹ പാത്രങ്ങളും അത് ശാപത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലടികളെ ഏത് ഭാഗത്തേക്കും നയിക്കുന്നതിന് നമുക്ക് മടിയില്ല. ജഡമോഹങ്ങളുടെ പിന്നാലെ പോകുന്നതിന് നമുക്ക് മടിയില്ല. ജഡത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് കാലുകൾ ചലിപ്പിക്കുന്നതിന് നമുക്ക് മടിയില്ല. നമ്മുടെ കൈകളെ ചലിപ്പിക്കുവാൻ നമുക്ക് മടിയില്ല. ആ അവസ്ഥയിൽ കൂടെ നമ്മൾ ജീവിക്കുകയാണ്. വീണ്ടും പറയാണ്, എന്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ, എന്റെ ഹൃദയം എന്റെ കണ്ണിന് പിറന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് ചൊവ്വുള്ളതായില്ലെങ്കിൽ ശരീരം മുഴുവൻ അശുദ്ധമാണെന്നുള്ളതാണ്. നമ്മുടെ കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നോക്കരുതാത്ത സ്ഥാനത്ത് നോക്കരുത്, കാണരുതാത്ത കാര്യങ്ങൾ കാണരുത്. അങ്ങനെ ഓടിയെങ്കിൽ, അങ്ങനെ നോക്കിയെങ്കിൽ, അതനുസരിച്ച് എന്റെ കണ്ണിന്റെ നോട്ടനുസരിച്ച് എന്റെ ഹൃദയം തിരിച്ചുവെങ്കിൽ, യോബ് പറയുകയാണ്, എത്ര ഗഹനമായ വിഷയമാണ്. നമുക്കിപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ്. നല്ലത് തന്നെയാണ്.
പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ദൈവം വിലയേറിയ അവയവങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്, ഈ അവയവങ്ങൾ മുഖാന്തരം നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കുന്നവരാണോ പ്രിയപ്പെട്ടവരെ? ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഖാന്തരം നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും മുഖാന്തരം ദൈവത്തെ വേദനയായിത്തീരും. ദൈവം നമ്മെ തൂക്കി നോക്കിയെങ്കിൽ തൂക്കി നോക്കും. ബെൽഷസ്സർ രാജാവിൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ബെൽഷസ്സർ രാജാവിന് ദൈവം തൂക്കി നോക്കി തൂക്കത്തിൽ കുറവുള്ളവനായി കണ്ടു എന്ന് പറയുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ജഡത്തിന്റെ മോഹങ്ങൾ അനുസരിച്ച് ചലിപ്പിക്കുമെങ്കിൽ ദൈവം തൂക്കി നോക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് തൂക്കം പ്രാപിക്കാനായിട്ട് സാധ്യമാകില്ല. ദൈവം നമ്മെ പരാജയത്തിന്റെ നമ്മെ തൂക്കത്തിൽ കുറവുള്ളവനായിട്ട് നമ്മെ എണ്ണും. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, എന്റെ ഹൃദയം എന്റെ കണ്ണിന് പിന്തുടർന്നെങ്കിൽ കറയും എന്റെ കൈക്ക് പറ്റിയെങ്കിൽ. ഇന്ന് അനേകരുടെ കൈകൾക്ക് കറകൾ പറ്റിയിരിക്കും. നമ്മുടെ കൈകളിലേക്ക് നോക്കിയേ, എന്റെ കൈകളിൽ കറകളാണ്, കറകൾ. നമ്മുടെ കൈകളിലേക്ക് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ കക്ഷിയിലൊന്നും കറകളുണ്ടോ, അശുദ്ധിയുണ്ടോ, പ്രേക്ഷതയുണ്ടോ, പാവമുണ്ടോ, അരുതാത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ, ദൈവത്തെ വേദനിപ്പിക്കുന്ന നിലയിൽ എന്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ, ചലിച്ചിട്ടുണ്ടോ? എന്റെ സംസാരത്തിന്റെ എന്റെ തീവ്രത അനുസരിച്ച് എന്റെ കൈകൾ ചലിച്ചിട്ടുണ്ടോ? ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ടോ? യോബിനെ പോലെ ഒന്ന് തിരിഞ്ഞു നോക്കണം പ്രിയപ്പെട്ടവരെ. യോബിന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് നമ്മുടെയൊക്കെ അനുഭവങ്ങളാണ്. നമുക്കൊന്ന് വിലയിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം മുമ്പിൽ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുമോ? എന്നിട്ട് വീണ്ടും പറയുകയാണ്, കറയും എന്റെ കൈപ്പറ്റിയോ, ഞാൻ വിതച്ച മറ്റൊരുത്തനുണ്ട് എന്റെ സന്തതിക്ക് അതിന്റെ ശിക്ഷാവധി വളരെ വലുതാണെന്ന് സ്വയം യോബ് തന്നെ തന്റെ ശിക്ഷ വിധിക്കുകയാണ്. കാരണം അത് അത്രയും മാത്രമാണ്, പാവമാണ്. അങ്ങനെ തെറ്റുപറ്റിയെങ്കിൽ അത് പാവമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, വീണ്ടും പറയുകയാണ്, എന്റെ ഹൃദയം ഒരു സ്ത്രീയിൽ ഭ്രമിച്ചു പോയെങ്കിൽ, കൂട്ടുകാർ വാദിക്കൾ ഞാൻ പതിയിരുന്നുവെങ്കിൽ, എന്റെ ഭാര്യ മറ്റൊരുത്തിനോട് മാവ് പൊടിക്കട്ടെ. എത്രയോ പാപങ്ങൾ യോബ് പറയുകയാണ്. പറയുമ്പോഴേ നമ്മുടെ കൈകൾ വിശുദ്ധമായിരിക്കണം, നമ്മുടെ കണ്ണുകൾ വിശുദ്ധമായിരിക്കണം, നമ്മുടെ ഹൃദയം ചിന്ത വിശുദ്ധമായിരിക്കണം, നമ്മുടെ ചിന്തകൾ വിശുദ്ധമായിരിക്കണം, നമ്മുടെ വാക്ക് വിശുദ്ധമായിരിക്കണം, നമ്മുടെ വിശുദ്ധമായിരിക്കണം, നമ്മുടെ കൈകാലുടെ പ്രവർത്തനം വിശുദ്ധമായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവരോടുകൂടെ പറന്നുയണമെങ്കിൽ വിശുദ്ധന്മാരെ ചേർപ്പാനായിട്ട് കർത്താവ് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. എന്റെ ദൈവത്തിന് നന്ദിയോടെ വിവരയാണ് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ഈ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൂടുന്നതാണ് ശരീരം എന്ന് പറയുന്നത്. അതിന്റെ തല എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. തല, ഈ തലയോട് ചേർന്ന് ഈ ശരീരം നൽകി. ശരീരത്തിൽ ഒരു അവയവങ്ങളുണ്ട്, പ്പിക്കുന്ന അവയവങ്ങളുണ്ട്, ശരീരത്തിന് വില കുറഞ്ഞ അവയവങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും വിലയുള്ളതാണ്, വിലയേറിയതാണ്. ഒന്നിനും കുറച്ച് കാണാൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും അവയവങ്ങൾ കൊണ്ട് ദൈവത്തെ വേദനിപ്പിക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതെ പ്രിയപ്പെട്ടവരെ. 1 ലേഖനം 12:12 ഒന്ന്. അതിന് അവയവങ്ങൾ പലതുണ്ട്. ശരീരത്തിന്റെ അവയവങ്ങൾ പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമാകുന്ന പോലെയാകുന്നു ക്രിസ്തുവും. ഈ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ വിശുദ്ധിക്ക് ഒത്തവണ്ണം ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ അരുളി ചെയ്ത കർത്താവിന്റെ വിശുദ്ധിക്ക് ഒത്തവണ്ണം നമ്മുടെ ഈ ശരീരത്തെ ഒന്ന് ദൈവത്തോട് ചേർത്ത് വെച്ച് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ഒന്ന് നിയന്ത്രിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ മോഹത്തിൽ ഇവിടെ വിശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 7:46 ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വാക്കുകൾ വിശുദ്ധമായിരുന്നു. കർത്താവിന്റെ വാക്കുകളിൽ ഒന്നും കളയുവാനായിട്ടുണ്ടായിരുന്നില്ല. അത് കൃപയോടുകൂടിയതായിരുന്നു, അതിന് പറ്റിയതായിരുന്നു. തന്റെ വാക്കുകൾ കൊണ്ട് ആർക്കും ഭാരം ഉണ്ടായിട്ടില്ല. തന്റെ വാക്കുകൾ അനേക ജീവൻ കൊടുക്കുന്നതായിരുന്നു, അനേക രോഗികൾക്കുന്നായിരുന്നു, അനേക ചേർത്ത് നിർത്തുന്നതായിരുന്നു, പാർശ്വവൽക്കരിക്കപ്പെട്ട മാറ്റിയവരെ തോളോട് ചേർത്ത് നിർത്തുന്നതായിരുന്നു കർത്താവിന്റെ വാക്കുകൾ. നമ്മുടെ വാക്കുകളിൽ നിന്ന് അനേകരെ വേദനിപ്പിക്കുന്നതാണ്, അനേകരെ അകറ്റി നിർത്തുന്നതാണ്, അനേകരെ
അനേക പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ വാക്കുകളിൽ നിന്ന് അനേകരെ വേദനിപ്പിക്കുകയാണ്. നാം നമ്മുടെ വാക്കുകൾ, ഓരോ വാക്കുകളും പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മാറ്റി നിർത്തപ്പെടുന്ന അനേകർ നമ്മുടെ വാക്കുകൾ കൊണ്ട് വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്റെ ദൈവത്തിന് സ്തോത്രം. ശുദ്ധമുള്ള ലൂക്കോസ് സുവിശേഷം 4:22 ഇങ്ങനെ പറയുകയാണ്, കർത്താവിന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു. 1 പത്രോസ് 2:22 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, അവന്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ ഒന്ന് പറയും, വേറെ ഒന്ന് ചിന്തിക്കും, ഒന്ന് പ്രവർത്തിക്കും. എന്നാൽ കർത്താവ് പറയുന്നത് പോലെ ജീവിതമായിരുന്നു, പറയുന്നത് പോലെ പ്രവർത്തനമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്ക്, നമ്മൾ പറയുന്നത് പോലെ, നമ്മൾ പാടുന്നത് പോലെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ, നമ്മൾ പ്രസംഗിക്കുന്ന പോലെ ഒക്കെ ഒന്ന് നമുക്ക് അല്പമെങ്കിലും ഒന്ന് ജീവിക്കാൻ ശ്രമിക്കണം. ദൈവത്തിന് സ്തോത്രം. ശുദ്ധമുള്ള യാക്കോബിന്റെ ലേഖനം 1 പറയുന്നുണ്ട്, നമ്മൾ കേൾക്കാൻ ധൃതിയും പറവാൻ താമസമുള്ളവരായിരിക്കണം. നമ്മൾ അനേക കാര്യങ്ങൾ കേൾക്കുന്നവരായിരിക്കണം. അനേകരെ കേൾക്കാനായിട്ട് സാധിക്കണം. അനേകരുടെ വാക്കുകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ആകുലതകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, ഇത് നമ്മൾക്കൊന്ന് കേൾക്കാൻ തയ്യാറാകണം. ഒന്ന് കേട്ടിട്ട് അവരോട് സമാധാനത്തോടെ പറയുവാൻ സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 4:6 ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോരുത്തരോടും ഉത്തരം പറയേണ്ടത് കൃപയോട് കൂടിയതും ഉപ്പിനാൽ വിപരീതമായിരിക്കണം. കൊലോസ്യ ലേഖനം 4:6 നിങ്ങൾ കൃപയോട് കൂടിയ വാക്കുകൾ പറയണം. നമ്മുടെ വാക്കുകൾ ഇമ്പമായിരിക്കണം, മധുരമുള്ളതായിരിക്കണം, ക്രൂരമാകരുത്, കട്ടിയുള്ളതാകരുത്. സ്നേഹത്തിന്റെ ദൈവികമായ സ്നേഹം നമ്മുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കണം, തുളുമ്പി നിൽക്കണം. അതിലൊരു ദൈവകൃപ വ്യാപരിക്കണം. നമ്മുടെ വാക്കുകൾക്ക് മധുരം വേണം, അതിലൊരു സൗമ്യത ഉണ്ടാകണം, അതിലൊരു താഴ്മയുണ്ടാകണം, അതിൽ നിഗളത്തിന്റെ ഭാഷ ഉണ്ടാകരുത്, ഞാനെന്നുള്ളൊരു ഭാവം ഉണ്ടാകരുത്. താഴണം, വിനയപ്പെടണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയായിരിക്കണം. അങ്ങനെയുള്ള വാക്കുകൾ അനേകർക്ക് ജീവൻ നൽകും, പ്രത്യാശ നൽകും, അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് സാധിക്കും. സ്നേഹത്തിന് മാത്രമേ മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദുഷ്ടനായിരിക്കും, 12:34 ഇങ്ങനെ പറയുന്നുണ്ട്, ദുഷ്ടനായിരിക്കെ എങ്ങനെ നല്ലത് സംസാരിക്കും? ഹൃദയം നിറഞ്ഞ കവി എന്നതാണ് വായു സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വൈരാഗ്യമാണെങ്കിൽ വായു വൈരാഗ്യം സംസാരിക്കും, സ്നേഹമാണെങ്കിൽ സ്നേഹം സംസാരിക്കും, അശുദ്ധിയാണെങ്കിൽ അശുദ്ധി സംസാരിക്കും. അതിനുള്ള വേദി അവർ കണ്ടെത്തും, അതിനുള്ള സാഹചര്യം അവർ സൃഷ്ടിക്കും. ദൈവത്തിന് ഒരു വേർപാടിന്റെ അനുഭവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിന് ദൈവം ധരിക്കുന്ന ഒരു അനുഭവം, അവയവങ്ങളിൽ മേലും ഒരു വേർപാടിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു വേർപെട്ട ലോകത്തോട് ഒരു വേർപെട്ട ജീവിതം നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും പറയുകയാണ്, സദൃശവാക്യങ്ങൾ 18:21 പറയുകയാണ്, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. മനോഹരമായ ഒരു വാക്യമാണ് സദൃശവാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ്? ജീവനും മരണവും നമ്മുടെ നാവിന്മേലിരിക്കുന്നു, നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ നാവ് നമ്മെ നരകത്തിലേക്ക് വിടുവാൻ നാവ് മതിയാകും. അതുപോലെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിപ്പാൻ നമ്മുടെ നാവ് വരും. കർത്താവിന്റെ നാമം ഏറ്റുപറയണം. നമ്മുടെ നാവ് കൊണ്ട് കർത്താവിന്റെ നാമം സാക്ഷിക്കണം, കർത്താവിന്റെ നാമം ഏറ്റുപറയണം, അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ നാവ് വിശുദ്ധിയുടെ പ്രതീകമായി മാറണം, നമ്മുടെ സംസാരം വിശുദ്ധിയുടെ പ്രതീകമായി മാറണം. നമ്മുടെ സംസാരം ക്രിസ്തുവിന്റെ വാക്കുകളായി, ലാവണ്യ വാക്കുകളായി പുറത്തേക്ക് വേണം, പുറത്തേക്ക് ഒഴുകണം. ദൈവത്തിന് സ്തോത്രം. സംഗീതക്കാരൻ 141:3-4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിർത്തി എന്റെ അധികാരം കാണിക്കണമേ. സംഗീതക്കാരൻ പറയാണ്, വായു കാവൽ നിർത്തി എന്റെ അധികാരം കാക്കണമേ. ദൈവമേ, എന്റെ വായു കൂടെ ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒന്നും വരുവാനിടയാകരുതേ. എന്റെ കാവൽ മാലാഖ എന്റെ വായുവോട് കൂടിയിരിക്കണമേ. ഞാൻ അല്ലാത്തൊന്നും പറയുവാൻ ഇടയാകില്ലേ. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്റെ കർത്താവിന്റെ മുഖപ്പെട്ടവരെ, നമുക്ക് എത്രയോ ഈ സംസാര ശേഷി എത്രയോ അനുഗ്രഹമാണ്. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് ഒരിക്കലും
അത് ഒരു ഭാരം വരുത്തുന്നതാകരുത്, വേദന വരുത്തുന്നതാകരുത്, പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാകരുത്, ദുഃഖിക്കുവാൻ അനേകം ദുഃഖിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവവും കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണം. പലപ്പോഴും അഹങ്കരിക്കുന്നവരാണ് നാവ് കൊണ്ട്. ഞാനെന്നുള്ള ഭാവം പലപ്പോഴും നമ്മുടെ നാവിനോട് പറയുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഞാനെന്നുള്ള ഒരു വ്യക്തിയെ ഉയർത്തുന്നവരാണ് എല്ലാവരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യാക്കോബ് 2:3-3:5-8 പറയുന്നത്. അങ്ങനെ നാവും ചെറിയ അവയവത്തിലും വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്രയോ കാട് കത്തിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. നമ്മുടെ നാവ് കൊണ്ട് പ്രിയപ്പെട്ടവരെ ദോഷങ്ങൾ വരുത്തുവാൻ സാധിക്കും, അപകടങ്ങൾ വരുത്തുവാൻ സാധിക്കും, അനേകരെ ദുരിതത്തിലേക്ക് തള്ളിവിടുവാൻ സാധിക്കും, അനേക കുടുംബജീവിതം തകർത്തളയുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ നാവ് കൊണ്ട് അനേകരെ ചേർത്ത് സാധിക്കും, അനേകരെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും, അനേകരെ ചേർത്ത് നിർത്തുവാൻ സാധിക്കും, അനേകർക്ക് പ്രത്യാശ കൊടുക്കുവാൻ സാധിക്കും, അനേകർക്ക് ജീവൻ കൊടുക്കുവാൻ സാധിക്കും. നമ്മുടെ നല്ല വാക്കുകൾ അനേകർക്ക് പ്രത്യാശ ലഭിക്കുന്ന വാക്കുകളായി മാറും. ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ നമ്മുടെ വാക്കുകൾ മതിയാകും. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് ദൈവം വലിയ ശക്തി തന്നിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വാക്കുകൾ നമുക്കറിയാം, തീ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് അപകടമാണ്. അതുപോലെ നമ്മുടെ വായി വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. സദൃശവാക്യങ്ങൾ 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: വാക്ക് അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവനാണ്, ശാന്തമായി സംസാരിക്കുന്നവൻ ബുദ്ധിമാൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വാക്കുകൾ അടക്കി വെക്കണം. ശാന്തമായി സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം, ശാന്തമായി കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു മാറ്റം നമ്മിലേക്ക് വരണം. സംഗീതക്കാരൻ 39-1-2 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വഴി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കണം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുന്നത്. നമുക്ക് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് അനുഗ്രഹത്തിനാക്കുന്ന ഈ വാക്കുകൾ കൊണ്ട്, ഈ വായു കൊണ്ട്, ഈ സംസ്കാര ശേഷി കൊണ്ട് എന്റെ ദൈവമേ, നിന്നെ വേദനിപ്പിക്കുന്നൊന്നും പറയുവാനിടയാക്കരുത്, നിന്നെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യം പറയുവാനിടയാക്കരുത്, അനേകരെ ദുഃഖിക്കുന്ന ഒരു വാക്ക് പറയാനിടയാക്കരുത്. എന്നാൽ ചേർത്ത് നിർത്തുന്ന വാക്കുകൾ, അനേകർക്ക് പ്രത്യാശ കൊടുക്കുന്ന വാക്കുകൾ, സാത്താൻ പരാജയപ്പെടുന്ന വാക്കുകൾ, ക്രിസ്തുവിന്റെ സുവിശേഷം ഉയർത്തുന്ന വാക്കുകൾ, രക്ഷയുടെ വചനം പ്രസിദ്ധീകരിക്കുന്ന വാക്കുകൾ എന്റെ വായിൽ ഒഴിവാൻ, കൃപയോടുകൂടിയ വാക്കുകൾ ഒഴിവാൻ, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ ഒഴിവാൻ എന്റെ കർത്താവേ സഹായിക്കണമേ എന്ന് നമുക്ക് സംഗീതത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം പറയുന്നത്. അതാണ് വിശുദ്ധന്മാർക്ക് ഉചിതം. കൊലോസ്യർ 5:4 അതങ്ങനെയാണ് പറയുന്നത്. അതാണ് വിശുദ്ധന്മാർക്ക് ഉചിതം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ശുദ്ധമുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50:4 ഇങ്ങനെ ഒരു വാക്യമുണ്ട്: തളർന്നിരിക്കുന്ന വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവുന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ താങ്ങിക്കുന്നവനെ നമ്മുടെ നാവ് കൊണ്ട് താങ്ങുവാനായിട്ട് സാരമില്ല എന്ന് പറയണം. ഒരാൾക്ക് ഒരു ഭാരം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അവന്റെ അടുക്കൽ സാരമില്ല എന്ന് പറഞ്ഞ് അവനെ താങ്ങി നിർത്തുവാൻ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്നാണ് വചനം പറയുന്നത്. കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, കൃപയാണ് പ്രിയപ്പെട്ടേ. ദൈവമേ, അങ്ങനെ അനേകരെ താങ്ങുവാൻ, അനേകരെ ചേർത്ത് നിർത്തുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിന് ഞാൻ സ്തോത്രം. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 16-17-18 വാക്യം വായിക്കുമ്പോൾ അവൻ എന്റെ മനം താങ്ങിച്ചു,
അവനെന്റെ മനം തളിപ്പിച്ചു. അനേകര് നീറുന്ന ഹൃദയവുമായിട്ടിരിക്കുന്ന ആളുകളുണ്ട്, ബന്ധനീയുന്ന ഹൃദയവുമായിട്ടിരിക്കുന്ന ആളുകളുണ്ട്, ആകുല ചിന്തകളായിട്ടിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്, കുടുംബ ജീവിതങ്ങളുണ്ട്. അവരുടെ അടുക്കിലേക്ക് വന്ന് ഇറങ്ങിച്ചെന്ന് നമ്മുടെ വാക്കുകൾ കൊണ്ട് അവർക്കൊരു തണുപ്പ്, അവർക്കൊരു പ്രത്യാശ, അവർക്കൊരു സന്തോഷം, സമാധാനം ലഭിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ വാക്കുകളെ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ആ വാക്കുകളുടെ ആ ഒരു വിശുദ്ധി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. നമ്മുടെ വാക്കുകളെ കുറിച്ച് ചില വേദഭാഗങ്ങളിൽ കൂടെ ഞാൻ പെട്ടെന്ന് കടന്നുപോവുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ശുദ്ധ പതനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ നടപ്പ്, നമ്മുടെ ഇരിപ്പ്, നമ്മുടെ കിടപ്പ്, ഇതെല്ലാം ദൈവമേ നീ എന്റെ ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം നീ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മോട് പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 17:1 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം പാകെ നിഷ്കളങ്കനായി നടക്കാം. എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ ഞാൻ അധികമായി വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കും. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, ദൈവജനത്തോട് ആവശ്യപ്പെടുന്നത്, ദൈവം മുമ്പാകെ നിഷ്കളങ്കനായി നടക്കാം. ഈ ഭൂമിയിൽ ഓരോ ദൈവങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കും, ദൈവസ്ഥലം നിഷ്കളങ്കനായി നടപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വാക്കുകൾ വിശുദ്ധമായിരിക്കണം. ദൈവം നമുക്ക് അനുഗ്രഹീതരായി തന്നിരിക്കുന്ന നമ്മുടെ കാലുകൾ ദൈവസ്ഥലിൽ നിഷ്കളങ്കനായി, കളങ്കമില്ലാതെ നമ്മുടെ കാലുകൾ കൊണ്ട് നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ശുദ്ധമുള്ള ആവർത്തന പുസ്തകം അതിന്റെ 5:33 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവിൻ. നമ്മുടെ നടപ്പ് ദൈവം നമ്മോട് കൽപ്പിച്ച വഴികളിൽ കൂടി ആയിരിക്കണം. 1-ാം സങ്കീർത്തനം പറയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, വിശ്വാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. നമ്മൾ നടക്കേണ്ടത് ദൈവം നമ്മോട് കൽപ്പിച്ച വഴികളിലാണ് നടക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുക. മീഖാ പ്രവചനം അതിന്റെ 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മനുഷ്യ നല്ലതേതെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു നിന്നോട് ചോദിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മീഖാ പ്രവചനം അതിന്റെ 6:8 ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യ നല്ലതേതെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ അതിനോട് കൽപ്പിക്കുന്നത്. അഹങ്കാരത്തോടെ നടക്കരുത്. ദൈവം നമുക്ക് നല്ലതും തീയതും വളരെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വ്യക്തമായി തന്റെ വചനത്തിൽ കൂടെ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയെല്ലാം നടക്കണം എന്ന് വളരെ വ്യക്തമായി ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്റെ ദൈവത്തിന് സ്തോത്രം. മനുഷ്യ നല്ലതെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ദൈവസന്നിധിയിൽ നീ ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപനായിരിക്കാൻ താഴ്മയോടെ നടപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. വിനയത്തോടെ നടപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. എളിമയോടെ നടപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. ശുദ്ധമുള്ള റോമാലേഖനം 13:13 നമുക്ക് ഏറെ സുപരിതമായ വാക്യമാണ്. അതിങ്ങനെയാണ് പറയുന്നത്, പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കുക. മര്യാദ കെട്ടുകൊണ്ടൊക്കെ ദൈവമക്കൾക്ക് നടക്കാൻ അനുവദിച്ചിട്ടില്ല. ലോകത്തിന്റെ മര്യാദയുണ്ട്, ആത്മീയ മര്യാദയുണ്ട്. ഒരിക്കലും മര്യാദ കെട്ട് നടക്കാനായിട്ട് ദൈവമക്കൾക്കിടയായി തീരരുത്. നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായൊരു ലക്ഷ്മണരേഖ ഉണ്ടാകണം. അത് നമ്മുടെ വചനമായിരിക്കണം. വചനത്തിന് വിരുദ്ധമായ ദൈവമക്കൾ നടക്കുവാനായിട്ട് സാധ്യമല്ല. നമ്മൾ തിരിഞ്ഞു നോക്കിയേ, നമ്മളൊക്കെ നമ്മുടെ നടപ്പ് ഏതെല്ലാം വഴികളിൽ കൂടിയാണ്. ഒന്ന് ശാന്തമായി ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ദുഷ്കാമങ്ങളിലും
ശയനമോഹങ്ങളിലും പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചോളൂ. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇതുപോലുള്ള വഴികളിൽ കൂടെ സഞ്ചരിപ്പാനായിട്ട് സാധ്യമല്ല. കാരണം അവന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. ആത്മാവിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ജഡത്തിന്റെ ഹിതപ്രകാരം നടപ്പാനായിട്ട് സാധ്യമല്ല. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എഫേസ്യർ 4:1 ഇങ്ങനെ വായിക്കുന്നുണ്ട്, വിനയത്തോടെ നടക്കണം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. വിശദീകരിപ്പാൻ നേരമില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് ദൈവം ആഗ്രഹിക്കും താഴ്മയോടെ നടപ്പാൻ, യോഗ്യതയോടെ നടപ്പാൻ, വിനയത്തോടെ നടപ്പാൻ, ദീർഘക്ഷമയോടെ നടപ്പാൻ, സ്നേഹത്തിൽ നടപ്പാൻ, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എഫേസ്യർ 5:15 ഇങ്ങനെ പറയുന്നുണ്ട്, ജ്ഞാനികളായി നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുക. നമ്മൾ നടക്കുന്ന ബുദ്ധിയോടെ, പ്രാവിനെ പോലെ നിഷ്കളങ്കതയോടെ, പാമ്പിനെ പോലെ ബുദ്ധിയോടെ നമ്മൾ ഓരോ കാലെടുത്ത് വെക്കുന്നതും സാത്താൻ നമ്മുടെ മുമ്പിൽ കെണികൾ വെച്ചിട്ടുണ്ട്. അത് ആരിൽ കൂടിയൊക്കെ വരുമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ നമ്മുടെ സ്നേഹിതന്മാരിൽ കൂടിയാകാം, ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയിൽ കൂടിയാകാം, അല്ലെങ്കിൽ നമ്മൾ വില കൽപ്പിച്ച വ്യക്തിയിൽ കൂടിയാകാം. ഏത് വഴിയിൽ കൂടിയാണ് സാത്താൻ അപകടം വെച്ചിരിക്കുന്നത് നമുക്കറിയാൻ പാടില്ല. നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ സ്റ്റെപ്പുകളും വളരെ സൂക്ഷിച്ച് ദൈവം കാലുകൾ എടുത്തു വെക്കേണ്ടെന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കർത്താവിനോട് കൂടെ നടന്ന യൂദ കർത്താവിനെ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ഒറ്റിക്കൊടുത്തുവെങ്കിൽ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലടികൾ ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുമ്പോൾ വളരെ സൂക്ഷിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട്, പ്രാർത്ഥനയോടെ നമ്മുടെ കാലടികൾ എടുത്തു വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കൊലോസ്യ ലേഖനം 2:6 ഇങ്ങനെ പറയുന്നുണ്ട്, ആകിയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. കർത്താവിനെ നമ്മൾ കൈക്കൊള്ളുവാൻ ദൈവം നമുക്കൊരു ഭാഗ്യം തന്നു. കർത്താവിനെ അറിയുവാനായിട്ട് നമുക്കൊരു ഭാഗ്യം തന്നു. കർത്താവ് മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവരിയിൽ അവസാനത്തുള്ള രക്തവരെയും ഊറ്റി തന്ന എന്റെ പാപത്തിന് വേണ്ടിയാണെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നു. ആ കർത്താവിന്റെ ആ കാൽവരിയിൽ അരിച്ച് നമ്മുടെ ജീവിതത്തിൽ അംഗീകരിപ്പാനും വിശ്വസിച്ച് ഏറ്റുപറയുവാനും നമുക്കൊരു ഭാഗ്യം തന്നു. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയിൽ നമുക്ക് നടപ്പാനായിട്ട് സാധിക്കണം. കൂട്ടായ്മയിൽ ആത്മാർത്ഥതയോടെ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മയോ ദൈവത്തോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടിയാകുന്നു. യോഹന്നാന്റെ ലേഖനം എങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ സ്വന്തം കൈ കൊണ്ട് തൊട്ടതും ഞങ്ങളുടെ കൈ സ്പർശിച്ച് ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ സ്പർശിച്ചതുമായ ജീവന്റെ വചനം. ദൈവത്തിന് സ്തോത്രം. ഈ വചനം മുഖാന്തരം അത് നമ്മുടെ അനുഭവമായി മാറണം. ഞാൻ എന്റെ കണ്ണുകൾ കണ്ട് കണ്ട വചനം, അനുഭവിച്ച വചനം, എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച വചനം, എന്റെ കൈ കൊണ്ട് സ്പർശിച്ച വചനം. അത് ആരെങ്കിലും പറഞ്ഞറിവല്ല. ഞാൻ അനുഭവിക്കുന്ന ആ ക്രിസ്തു എന്ന ഒരു യാഥാർത്ഥ്യം, ഞാൻ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം, അതെന്റെ ജീവിതത്തിന്റെ ദിനചര്യയിൽ കൂടെ, വിശുദ്ധിയിൽ കൂടെ, എന്റെ ശരീരമാകുന്ന അവയവങ്ങളുടെ വിശുദ്ധിയിൽ കൂടെ, ദൈവം എനിക്ക് അനുഗ്രഹമായി തന്ന എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിൽ കൂടെ, എന്റെ ജീവിതത്തിൽ കൂടെ, എന്റെ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കർത്താവിന് പ്രസാദമായ ഒരു യാഗമായി തീരുവാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം, കൂട്ടായ്മ ജീവിതം നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയനാന്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. കാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം
വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്.